ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റ് എന്ന ചാനലിലേക്ക് സ്വാഗതം. റമദാൻ നോമ്പൊക്കെ ആരംഭിച്ചു. 2 ദിവസം കഴിഞ്ഞു. ഇന്ന് 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ അനുഷ്ഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ നോമ്പ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം ശുദ്ധിയാക്കുന്ന ഒരു സമയമാണ് ഈ റമദാൻ മാസം. അപ്പോൾ എല്ലാവരുടെയും നല്ല ചിന്തയ്ക്കും നല്ല രീതിയിലുള്ള നടത്തിപ്പിനും ഈ റമദാൻ മാസം ഒരു തുടക്കമാവട്ടെ. നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ, അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ തെറ്റുകളെല്ലാം പുറത്ത് തരാനായിട്ട് സാധിക്കട്ടെ. നമുക്ക് നല്ലൊരു സ്വഭാവം രൂപീകരിച്ചെടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുന്നു. എൻ്റെ ദ്വായിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും എൻ്റെ കൂട്ടുകാരെയും എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവർക്കും നല്ലത് മാത്രമേ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് റമദാൻ മാസത്തെ ആദ്യത്തെ വിളവെടുപ്പിലേക്ക് കടക്കുകയാണ്. വിളവെടുക്കാൻ എന്നെക്കാളും കൂടുതൽ തിടുക്കം എൻ്റെ മക്കൾക്കാണ് കേട്ടോ. കാരണം അവർക്ക് ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങി. പിന്നെ എൻ്റെ മോന് ഞാൻ എക്സാം ആയതുകൊണ്ടാണ് അവനെ കൂടുതൽ ഞാൻ അടുപ്പിക്കാത്തത് കേട്ടോ. എന്നാലും അവനെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി. കാരണം ഇനി 11-ാം തീയതിയാണ് അടുത്ത എക്സാം കേട്ടോ. അപ്പോൾ അതിനൊരു ടൈമുണ്ട്, പഠിക്കാനുള്ളൊരു ടൈം ഇടയ്ക്കുള്ളതുകൊണ്ട് പഠിച്ചുകൊണ്ടിരുന്ന ആളെയാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത് കേട്ടോ. മോന് നോമ്പാണ് കേട്ടോ. പിന്നെ കുഞ്ഞു മോളായതുകൊണ്ട് അവളെ ഞാൻ നോമ്പ് പഠിപ്പിച്ചില്ല. അവൾ പറയുന്നുണ്ട് എടുക്കണമെന്ന്. ഒരു നോമ്പ് പിടിപ്പിച്ച് നോക്കണം എങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എനിക്കിപ്പോൾ നോമ്പായതുകൊണ്ട് പയറൊക്കെ വെജിറ്റബിൾസൊക്കെ അധികം ചിലവില്ല, പക്ഷേ ഞാനത് ചിലവാക്കും. കാരണം നമ്മുടെ നോമ്പ് എന്ന് പറയുമ്പോൾ ഒരു വേറൊരു കാര്യം കൂടെ പറയാൻ കേട്ടോ. ഈ ഇറച്ചി മാത്രം നമ്മളെ നോമ്പ് സമയത്ത് നമ്മൾ കഴിക്കാൻ പാടില്ല കേട്ടോ. നമ്മുടെ ആരോഗ്യമുള്ള ഭക്ഷണ രീതിയും കൂടെ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം മിക്കവാറുമുള്ള നോമ്പുകളിൽ ഞാൻ ശ്രദ്ധിക്കാറുള്ളത് ഈ നോൺ വെജിനോടാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. എണ്ണപ്പലഹാരങ്ങൾ ഒരുപാട് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പള്ളിയിൽ നിന്ന് തന്നെ നോമ്പ് കഞ്ഞി എന്ന് പറയുന്ന കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ആ നോമ്പ് കഞ്ഞിയുടെ കൂടെ നമ്മൾ സൈഡായിട്ട് കഴിക്കാൻ ഉപയോഗിക്കാവുന്ന ഇതുപോലുള്ള വെജിറ്റബിൾസിൻ്റെ തോരനൊക്കെ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ കൂടുതലും പയർ ഉപയോഗിക്കുന്നത്. പിന്നെ എൻ്റെ അയൽവാസികൾക്ക് ഞാൻ എൻ്റെ പങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൊമാറ്റോ, അതുപോലെ തന്നെ മുളക്, രമ്പയില, പുതിനയില, ഇതൊക്കെ നോമ്പ് സമയത്ത് ഒരുപാട് ചിലവാകുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ എനിക്കും ഇവിടെ കൂടുതലും വെജിറ്റബിൾസ് അത്ര ചിലവാവില്ല, പക്ഷേ ഇപ്രാവശ്യം എല്ലാവരും കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചോറ് അത്താഴത്തിന് ഒരു നേരം കുറച്ചെങ്കിലും ചോറ്, അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും വെച്ച് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ലത്. അല്ലാതെ ഈ നോമ്പ് പിടിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും എണ്ണയും എല്ലാം അടിച്ച് കയറ്റുന്നത് കൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ നോമ്പ് സമയത്ത് എടുക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ നോമ്പ് തുറക്കാൻ സമയത്ത് നാരങ്ങ വെള്ളം കുടിക്കരുത് കേട്ടോ. അത് കൂടുതൽ നമ്മൾ അസിഡിറ്റി ഉണ്ടാവാൻ വേണ്ടി ഉപകരിക്കുക. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളം ഉപയോഗിക്കരുത്. അപ്പോൾ അങ്ങനെ പയറും വെണ്ടയ്ക്കയും തക്കാളിയും എടുത്തു. ഇനി അവിടെ ഉണ്ട് കേട്ടോ ഹാർവെസ്റ്റ് ചെയ്യാൻ. ആവശ്യമില്ലാതെ വെറുതെ പറിച്ച് കളയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചെടുത്തില്ല. ഇതെൻ്റെ മുളക് ചെടിയാണ്. വളരെ ചെറിയതായിരിക്കുമ്പോൾ തന്നെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതെൻ്റെ ബിരിയാണി കൈത എന്ന് പറയാം, അല്ലെങ്കിൽ രമ്പയില എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ രമ്പയില എൻ്റെ വീട്ടിൽ ഏറ്റവും ചിലവാകുന്ന ഒന്നാണ്. അതാണ് കണ്ടിലെ മുട്ട പോലെ ഇരിക്കുന്നത്. അത് വെജിറ്റബിൾ കറിക്കായിരുന്നാലും ഇറച്ചിക്കറിക്കായിരുന്നാലും ചോറിനായിരുന്നാലും വെജിറ്റബിൾ പുലാവ എന്ത് ചെയ്തിരുന്നാലും ഈ രമ്പയില ഉപയോഗിക്കാൻ നല്ല മണമാണ് കേട്ടോ, ഗുണവും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ വിശദമായിട്ട് ഇടാം കേട്ടോ, സമയം കിട്ടട്ടെ. പിന്നെ ഇത് പുതിനയില. പക്ഷേ ഈ പുതിന ഒന്നും സംഭവിക്കാന്ന് വെച്ചാൽ ഇത് വേറൊരു കാര്യമുണ്ട്. നമ്മൾ പുതിനയില ഇതുപോലെ വരുമ്പോൾ തന്നെ നമ്മൾ നുള്ളി എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് പുതിയ ഇലകൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതെനിക്കിന്ന് എൻ്റെ മോന് നോമ്പ് പിടിക്കുമ്പോൾ നോൺ വെജ് വേണം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ചിക്കൻ കറി വെക്കണം കേട്ടോ. അപ്പോൾ അതിനിടാനായിട്ടാണ് ഈ രമ്പയിലയും പുതിനയിലയൊക്കെ പറിച്ചത്. തക്കാളി നമ്മൾ
ഗാർഡനിലുള്ളത് തന്നെ. കഞ്ഞിക്ക് കൂടി പയർ തോരനുമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പം എൻ്റെ റമദാൻ മാസത്തെ ആദ്യത്തെ വിളവെടുപ്പ് നല്ല ഗംഭീരമായിരുന്നു. നല്ല രീതിയിൽ നടന്നു കേട്ടോ. വലിയ പയറാണ് കേട്ടോ. എൻ്റെ നീളമൊന്നും എടുക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല. നമുക്ക് നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പം എല്ലാവരും ഇതുപോലൊരു ചെറിയൊരു തോട്ടം, അടുക്കളത്തോട്ടം നിങ്ങളും ചെയ്യണം. നിങ്ങൾക്കും പറ്റും, സാധിക്കും. കുറച്ച് സ്ഥലമുള്ളവർ ഗ്രോ ബാഗിലെങ്കിലും ചെയ്ത് സക്സസ് ആക്കുക. മണ്ണ് തന്നെ വേണമെന്നില്ല, ഇല്ലാതെയും കൃഷി ചെയ്യാനുള്ള ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റർ എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.